ഭൈരവ മീഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അടുത്ത ഒരു 6 മാസ കാലത്തിനുള്ളിൽ ഈ പറയുന്ന രാശിക്കാർക്ക് വരുന്ന ചില പ്രശ്നങ്ങളുടേതായ മുന്നറിയിപ്പുകളാണ്. അതായത് കാറ്റ് രാശി, മിഥുനം, തുലാം, അതുപോലെ തന്നെ കുംഭം. ഈ 3 രാശിക്കാർക്കും അടുത്ത 6 മാസത്തിനുള്ളിൽ ഒരു പ്രശ്നം നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യമാണ്. അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമായിരിക്കാം. ഇവിടെ മറയ്ക്കപ്പെട്ട ഒരു രഹസ്യം പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ മറയ്ക്കപ്പെട്ട രഹസ്യമൊന്നല്ല, നിങ്ങൾക്കുള്ളിൽ മറയ്ക്കപ്പെട്ട രഹസ്യം അല്ല. നിങ്ങളെ മറ്റുള്ളവർ ഏത് രീതിക്കൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം. അതായത് ബോധപൂർവം അരികിൽ നിന്നുകൊണ്ട് തന്നെ വഞ്ചന നടത്തി ആ വഞ്ചനയാൽ തന്നെ നിങ്ങൾ ധാരാളം പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടിയ സാഹചര്യങ്ങളും, എന്നിട്ട് അവർക്കൊപ്പം തന്നെ നടക്കേണ്ട സാഹചര്യങ്ങളും അത് അടുത്ത 6 മാസ കാലത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് പോകുന്ന ഒരു സമയമാണ്. അത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് വരിക, അതിനാൽ നിങ്ങൾക്കുണ്ടാകുന്ന ദുഃഖം എന്ത്? ഇതൊരു പക്ഷേ കുടുംബത്തിനുള്ളിൽ ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾക്കുള്ളിലാവാം, അല്ലെങ്കിൽ സഹോദരങ്ങൾക്കിടയിലാവാം, നിങ്ങളുടേതായ സുഹൃത്തുക്കൾക്കിടയിലാവാം, തൊഴിൽപരമായ ഇടങ്ങളിലേക്കാവാം. അപ്പൊ ഇവിടെ എവിടെയോ ഒരു രഹസ്യം നിങ്ങൾക്ക് മേൽ വന്നിട്ടുണ്ട്, നിങ്ങൾ അറിയാതെ അതിനെ പ്രോസസ് ചെയ്തുകൊണ്ട് പോയി പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. എന്നിട്ട് ഈ ചാടിച്ചവർ തന്നെ അനുകൂലമായിട്ട് വന്നു നിന്നിട്ട് അയ്യോ അങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ ആ ഒരു പ്രശ്നം പുറത്തേക്ക് വരുന്ന ഒരു സമയം ആഗതമായിരിക്കുന്നു. ജാഗ്രത പൂർവം ഇരിക്കേണ്ട ഒരു കാലം. വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മേൽ വരാനുള്ള സാഹചര്യങ്ങളെ തടയാൻ പറ്റുന്ന ഒരു കാലമായിട്ട് ഈ വീഡിയോയെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് നൽകുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം, നിങ്ങളെ വഴികാട്ടിയ ദൈവം ആ സത്യത്തെ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഒരു സത്യം എന്താണെന്ന് അവനവന്റേതായ ജീവിത ശൈലികൾക്കനുസരിച്ച് ഈ 3 രാശികൾക്കും മനസ്സിലാകും എന്നുള്ളത് സത്യമാണ്. ദൈവം അനുകൂലമായിട്ട് വന്നു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടം തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യം സംഭവിച്ചിരിക്കും. കാറ്റ് രാശി ആയതുകൊണ്ട് തന്നെ ഈ 3 രാശിക്കാർക്കും മുന്നിൽ വരുന്ന വ്യക്തികളെ നല്ല രീതിക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. അതായത് ഈ വ്യക്തി, ഒരു വ്യക്തിയെ കണ്ട മാത്രമേ തന്നെ ഇയാൾ ഇങ്ങനെയുള്ള ഒരാളായിരിക്കാം എന്ന് അവര് ഐഡന്റിഫൈ ചെയ്യും. അത് മറ്റൊരാളോട് പറയുമ്പോൾ അതിൽ മൂലം ഇവർക്ക് തർക്കങ്ങളിലേക്ക് ചെന്നെത്തുന്ന സാഹചര്യങ്ങളാണ്. നീ അയാളോട് കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞാൽ നിനക്ക് മാത്രമാണ് എല്ലാ കാര്യങ്ങളും അറിയാവുന്നുള്ളത്, മറ്റുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഇവരുടെ കണ്ടെത്തലുകളൊക്കെ പലപ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അനുഭവത്തിലൂടെ മറ്റു പലർക്കും ആ ഒരു പാഠം മനസ്സിലായി കാണും. ഇങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എന്നുണ്ടായിരുന്നാൽ പോലും പലപ്പോഴും ഇവരും ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതില് ആദ്യമായിട്ട് മിഥുനം രാശി. മിഥുനം രാശിക്കാരുടേതായ പ്രത്യേകത എന്ന് വെച്ചാല് വളരെയധികം ലാഘവ ബുദ്ധിയോടുകൂടി എല്ലാവരോടും നല്ല രീതിക്ക് ഇടപെട്ട് പെരുമാറി വളരെ സന്തോഷത്തോടും ഐക്യത്തോടും കൂടി പോകാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളാണ്. ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പവർ ഒക്കെ വളരെയധികം കൂടുതലാണ്. അതുപോലെ എന്ത് കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനുള്ള ഒരു മനസ്സും കണ്ടെത്തലുകളും ഇവർക്ക് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് കണ്ടെത്തലുകളുണ്ടാകും. ഒരേ സമയം തന്നെ 2 കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ഇവരുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടേയിരിക്കും. ആ ഒരു പ്രോസസ് ഒക്കെയുള്ള വ്യക്തികൾ തന്നെയാണ് ഈ മിഥുനം രാശിയിൽ പിറന്ന ഈ വ്യക്തികളൊക്കെ. പക്ഷെ ഇത്തരത്തിലൊക്കെ ഐഡന്റിഫിക്കേഷൻ ചെയ്ത് മുന്നിലേക്ക് പോകുമ്പോഴും ഇവർക്ക് അതേ പ്രശ്നം തന്നെ വിനയായിട്ട് മാറുകയും ചെയ്യും. പറഞ്ഞ ഒരു നല്ല കാര്യം ഇവർക്ക് തന്നെ വിനയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് ചിലപ്പോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വഴിക്കായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സുഹൃത്തുക്കൾക്കിടയിലാവാം. എവിടെയെങ്കിലും ഒരു രീതിക്ക് ഒരു പ്രശ്നം കുടുംബത്തിനുള്ളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളിടത്തു നിന്നും ഇവർക്ക് മേൽ വരിക തന്നെ ചെയ്യും. ഇവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്തും പ്രതീക്ഷിക്കാത്ത സമയത്തുമായിരിക്കും അത്തരം ഒരു പ്രഹരം ഇവർക്ക് മേൽ വന്നെത്തുക. ഇവരോടൊക്കെ ആരും തന്നെ മുഖത്തിന് നേരെ ഒരു കാര്യങ്ങളും മോശമായ കാര്യങ്ങളൊന്നും പറയാറില്ല. എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയിൽ വെച്ചിട്ടാണെങ്കിൽ ഹായ് എന്താ സുഖമാണോ എന്നൊക്കെ ചോദിച്ച് വലിയ രീതിക്ക് പറയും. അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവന്റെ മുതുകത്ത് കുത്തുന്ന രീതിക്കുള്ള പ്രഭാവമായിരിക്കും മറ്റുള്ളവർ കാട്ടുക. പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് തിരിച്ചറിയുമ്പോൾ അതിൻ്റെതായ ഒരു മാനസികമായ ഒരു ആഘാതം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് മിഥുനം രാശിക്കാർ.
ഇത്രയും കാലം ഇത്രത്തോളം വിഷം ഉള്ളിൽ വച്ചുകൊണ്ടിരുന്ന വ്യക്തികളോടാണ് ഞാൻ ഇത്രയും നല്ല രീതിക്ക് ഇടപെടുകയും ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്തതെന്ന തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവ് ഇപ്പൊ വരാനായിട്ടിരിക്കുന്നു. നിങ്ങളൊക്കെ ഒരു ബുക്കില് എഴുതി വെച്ചോ, 100% ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് സംഭവിക്കും. തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വന്നെത്തുന്ന കാലഘട്ടം 100% തന്നെയാണ്. 100 അല്ല, 1001% നിങ്ങളെ ചതിച്ചവരെ നിങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കൺമുന്നിൽ അത് കാണിച്ചു തരും ദൈവം. കമ്മ്യൂണിക്കേഷൻ പവർ ഒരല്പം നല്ല രീതിക്ക് തന്നെ ഈ മിഥുനം രാശിക്കുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്കായിട്ട് പറയേണ്ട ഒരു കാര്യം, വളരെയധികം വിശ്വസ്തമായ വ്യക്തികൾ 1-2 പേർ മാത്രമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അപ്പൊ പല വിധത്തിലുള്ള കുടുംബത്തിലുള്ളതും ഭാര്യയെ സംബന്ധപ്പെട്ടതും അല്ലെങ്കിൽ ഭർത്താവിനെ സംബന്ധപ്പെട്ടത്, സഹോദരങ്ങളെ സംബന്ധപ്പെട്ടത്, തൊഴിൽപരമായ രീതിയിലുള്ള പ്രശ്നം എല്ലാം നിങ്ങൾ മനസ്സ് അറിഞ്ഞ് തന്നെ, അതായത് ആരോ ഒരാളെ എനിക്ക് സഹായിക്കാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാനായിട്ട് ഒരാളുണ്ട് എന്ന ചിന്താഗതിയോടുകൂടി നിങ്ങൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് എന്ത് സംഭവിക്കുന്നു വെച്ചാല്, ഇത് എല്ലാം കേട്ടിട്ട് എല്ലാം ശരിയാകും, നീ സമാധാനപ്പെട്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഈ കേൾക്കുന്ന വ്യക്തിക്ക് ഇയാൾ പറഞ്ഞ വ്യക്തിയുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമായിരിക്കും ഉണ്ടായിരിക്കുക. പറയില്ല എന്ന് പറയുന്ന ഒരു കാര്യം 100% അവിടെ ചെന്ന് പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുന്ന ഒരു സാഹചര്യം. ഇവിടെ പറഞ്ഞത് കേട്ടിട്ട് മിണ്ടാതിരിക്കണമെന്നല്ല, അപ്പുറത്തെ സൈഡിൽ പോയി പറയുക എന്നുള്ളതാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. അതായത് തൊഴിലിടങ്ങളിലും കുടുംബത്തിനുള്ളിലും സുഹൃത്തുക്കൾക്കിടയിലും ഒക്കെ ഒരു സംശയം ദൃഷ്ടി നിങ്ങളിലേക്ക് വന്നെത്തും. കാരണം പലയിടങ്ങളിലും നല്ല രീതിക്ക് നീതിയുക്തമായി പോകുന്ന ശനി ഭഗവാന്റേതായ വളരെ പ്രിയപ്പെട്ട രാശിയും കൂടിയാണ് തുലാം രാശി. അപ്പോ നീതിയുക്തമായ ഈ ഒരു രാശിക്കുള്ളിലൂടെ സഞ്ചാരം നടത്തുന്ന ഈ രാശിക്കാർക്ക്, തുലാം രാശിക്കാർക്ക് ഇപ്പോ വളരെയധികം വ്യക്തമായ ചില ധാരണകളൊക്കെ വന്നെത്തുന്ന ഒരു കാലഘട്ടം തന്നെ. അടുത്ത 6 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ശത്രു ആരായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം സ്വാഭാവികമായിട്ടും നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കും. കാരണം ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അവിടെയൊക്കെ നിങ്ങൾക്ക് പിഴവ് സംഭവിച്ചു. അപ്പോ ഇവർക്കൊപ്പമായിരുന്നോ ഞാൻ ഇത്രയും കാലം സഞ്ചാരം നടത്തിയിരിക്കുന്നത് എന്നൊരു അനലൈസിങ് ഉണ്ടായിരിക്കും. നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് ഒരു ക്രിയേറ്റിവിറ്റി മൈൻഡ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊപ്പമുള്ളവരെ വാച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇത് പുറമേ ഇപ്പൊ വീട്ടിലുള്ളവർക്ക് കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് വരാനുള്ള തുലാം രാശിക്കാർക്ക് വരാനുള്ള സാധ്യത. തൊഴിലിടങ്ങളിലും അതുപോലെ സുഹൃത്തുക്കൾക്കിടയിലും നിങ്ങളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മറ്റുള്ള പലരും പല കാര്യങ്ങളും നേടിക്കൊണ്ടു പോയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ആ ഒരു കണ്ടെത്തൽ വളരെയധികം സത്യസന്ധമായ രീതിയിൽ തന്നെ നിങ്ങൾ അത് ചെയ്യുകയും തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുകയും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമായിരിക്കും. കാരണം ഇപ്പോൾ വിദേശത്തേക്ക് ജോലിയൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് പലരും വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പലരെയും. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ടും ജോലിയൊന്നും ലഭിക്കാതെ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ച് നിനക്ക് വേണ്ട നീ കണ്ടെത്തിക്കൊള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്ത് പലരും കഷ്ടപ്പെടുന്ന സാഹചര്യം, വിശ്വസിച്ച് കൂടെ പോവുകയും പിന്നീട് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുകയും ചെയ്യുന്ന ഒരവസ്ഥ. തിരിച്ചു കയറി വരാനും പറ്റില്ല, അവിടെ നിൽക്കാനും പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം. അതുകൊണ്ട് പറ്റിക്കപ്പെട്ടതുപോലെയുള്ള ഒരു ചിന്ത കൃത്യമായിട്ടും ബോധപൂർവം നിങ്ങളെ ചിലർ കൊണ്ടുപോയി പെടുത്തുന്ന സാഹചര്യം കൂടിയായിരിക്കാം. ഇതിൽ ചിലർക്കെങ്കിലും നിങ്ങളെ സഹായിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഒരു സത്യം തിരിച്ചറിയും. നിങ്ങൾ എന്തായാലും പ്രശ്നങ്ങളിലേക്ക് മേൽ പ്രശ്നങ്ങളെ ഞാൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. മര്യാദയ്ക്ക് പറഞ്ഞത് കേട്ട് അല്ലെങ്കിൽ എന്റെ മനസ്സിൽ തോന്നുന്ന രീതിക്ക് ഞാൻ അവിടെ കഴിഞ്ഞാൽ മതിയായിരുന്നു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. രാഹു, കേതു എന്നീ 2 ഗ്രഹങ്ങൾ നിങ്ങൾക്കായിട്ട് ഈ ഒരു സത്യത്തെ തിരിച്ചറിയിച്ച് തരുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. നിങ്ങളാണ് മറ്റുള്ളവർക്ക് മേലെ വളരെയധികം വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ വച്ചിരുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സത്യം തിരിച്ചറിഞ്ഞ് വരുന്ന വേളയിൽ വളരെയധികം ദുഃഖാവസ്ഥയിലേക്ക് ചെന്നുപെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇത്രയും കാലവും ഞാൻ ഒപ്പം കൂടി നടന്നവരൊക്കെ തന്നെ എന്നെ ഉപയോഗിച്ച് വളരെയധികം മുന്നിലേക്ക് സഞ്ചരിക്കാനാണ് ശ്രമിച്ചത്. ഞാനായിരുന്നു മണ്ടൻ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വരുന്നത് വളരെയധികം വേദനകൾ ഉണ്ടാക്കും. ഒരു തിരിച്ചറിവിനും ഒക്കെ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല നന്മയുടേതായ തുല്യ നീതി പ്രാപ്തമാക്കുന്ന തുലാം രാശിക്കാരൊക്കെ തന്നെ അവനവന് വേണ്ടിയിട്ട് പ്രയത്നിക്കാനും അവനവൻ്റെതായ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കാനും
ശ്രമിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഞാൻ തരികയാണ്. മാതാപിതാക്കളൊക്കെ മക്കളോട് പറയുകയാണ്, നീ ഇന്നതുപോലെ പ്രവർത്തിക്കരുത്, ഇന്നതുപോലെ പോകരുത് എന്നൊക്കെ പറഞ്ഞാൽ ഈ തുലാം രാശിയിൽ പിറന്ന മക്കളൊക്കെ ആണെങ്കിൽ അത് കേൾക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പറയുക. കാരണം നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ഇതില് ആണെന്നോ പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. മാക്സിമം നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുക. കാരണം നിങ്ങൾക്കൊരു നല്ല പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡും ഒരു മനസ്സും എപ്പോഴും ക്രിയേറ്റഡ് ആയിരിക്കും. ആ ഒരു പ്രസൻസിനെ മുന്നിൽ നിർത്തി അവർ നേടുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഒരല്പം ജാഗ്രതാപൂർവ്വം മുന്നിലേക്ക് പോകേണ്ട സമയമാണ്. നിങ്ങളെ തിരിച്ചറിയേണ്ട ഒരു സമയമാണ്. 18 വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്. ഈ സമയം മുതൽക്ക് ഒരു നല്ല രീതിക്ക് ചിന്തിച്ചാൽ വളരെയധികം മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടം. ഒരുപാട് സമ്പാദ്യങ്ങളൊന്നുമില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ കഴിയുന്ന കാലഘട്ടം ആയിരിക്കും. അത് ദൈവം ആരാണ് നിങ്ങളെ ചതിച്ചതെന്ന് ഈ 6 മാസ കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടു നിർത്തി കാട്ടിത്തരും. അടുത്തതായിട്ട് കുംഭം രാശി. ഈ കുംഭം രാശിക്ക് ഈ വരുന്ന ഒരു 6 മാസക്കാലത്തിനിടയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും തീർപ്പ് ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. പ്രശ്നങ്ങൾക്ക് തീർവ് ഉണ്ടാകും. അതായത് കുടുംബാന്തരീക്ഷത്തിലും തൊഴിലിടങ്ങളിലും സുഹൃത്തുക്കൾക്കിടയിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പ് എന്തായാലും വന്നെത്തുന്ന ഒരു സമയമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മനസ്സിനെ മാറ്റി സ്വഭാവത്തിലും മാറ്റം വരുത്തി കൊണ്ടുവരേണ്ട ഒരു കാലം. ഇതുവരെ നിങ്ങൾ ആരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് മുന്നിലേക്ക് പോയോ അവിടെ നിന്നും തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ക്രിയേറ്റഡ് ആവും. സ്വയം ഒന്ന് തിരിച്ചറിഞ്ഞ് നോക്കിയാൽ ഇപ്പൊ കുടുംബത്തെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റൊരിടത്ത് താമസിക്കുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ 100% കുടുംബത്തിനേക്കാളും ഏറെ മികച്ചതായിട്ട് നിങ്ങൾക്ക് ആ അരികിലുള്ള വ്യക്തികളോടായിരിക്കും അടുപ്പം കൂടുതലായിട്ട് വരിക. അതിനാൽ തന്നെ കുടുംബവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലെവൽ ഒരു കുറഞ്ഞ ഒരു നിലവാരത്തിലേക്ക് പോകുന്ന സാഹചര്യമായിരിക്കാം. ഇവിടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്നുമാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ അത് തിരിച്ചറിയുന്ന വേളയിൽ കുടുംബത്തിനുള്ളിൽ ശാന്തിയും സമാധാനവും ഒക്കെ കൊണ്ട് വരുവാനായിട്ട് കഴിയുന്ന ഒരു കാലം. ഞാൻ നേരത്തെ അത് ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്ക് സമ്പത്തുപരമായ രീതിയിലും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലും എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്ന ഒരു തിരിച്ചറിവ് വരുന്ന സമയമാണ്. കാരണം ഇപ്പോൾ നേരത്തെ വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടേതായ രാശിക്ക് കുംഭം രാശിക്കുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി കുംഭം രാശിയിൽ മീനം രാശിക്കുള്ളിലാണ് പതിയുന്നത്. അപ്പോൾ ഇപ്പോൾ സ്വയം തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വർഷക്കാലത്ത് പ്രശ്നങ്ങളെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ പ്രശ്നങ്ങളുടെ കാരണവും മൂലകാരണവും ഒക്കെ തിരിച്ചറിയാനും നിങ്ങൾക്ക് നല്ല രീതിക്ക് മുന്നിലേക്ക് വരാൻ കഴിയുന്ന ഒരു കാലഘട്ടം ഇവിടെ ആരംഭമാവുകയാണ്. 6 മാസക്കാലം രാഹു ജന്മ രാഹുവായിട്ട് തന്നെയായിരിക്കും ഇരിക്കുക. അതായത് നിങ്ങളുടെ രാശിക്കുള്ളിൽ തന്നെയാണ് രാഹുവിൻ്റെതായ സ്ഥിതി. ഇപ്പോൾ ദൈവത്തിൻ്റെതായ ഒരു ഗുരുവിന്റെ ദൃഷ്ടിയും അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സമയം സ്വയം തിരിച്ചറിയും എന്നുള്ളത് 100% ഉറപ്പാണ്. എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നൊക്കെ 100% നിങ്ങൾ ചിന്തിക്കും. 6 മാസക്കാലം കഴിയുന്ന സമയത്ത് മീനം നേരെ മകരം രാശിയിലേക്ക് രാഹുവിന്റെ ഭാവം മാറുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയം മുതൽക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ മികച്ച രീതിയിൽ മുന്നിലേക്ക് വരാൻ കഴിയുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു 6 മാസക്കാലം നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യേണ്ട സമയമാണ്. പുറമേ ഉള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. ദൈവാധീനം ഉള്ളത് കൊണ്ട് മാത്രം, നേരത്തെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് മാത്രം, പാതകമായ വ്യാഴമാണെങ്കിൽ അവിടെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടേതായ ചിന്തകളാണ് ശരി എന്ന ഒരു തോന്നൽ ഉണ്ടാവുകയും അതിനാൽ തന്നെ ധാരാളം പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുകയും ആ പ്രശ്നങ്ങളെ നിവർത്തി കാണാൻ കഴിയാത്ത രീതിക്ക് ഇരിക്കുകയും ചെയ്തു. നല്ല രീതിക്ക് ഐക്യമായിരുന്ന കുടുംബം, ഭാര്യ, ഭർത്തൃ, മക്കൾ ഒക്കെ ആയിരുന്ന കുടുംബമൊക്കെ പിണക്കത്തിൽ മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരു കാലമാണ്. എന്ത് പറഞ്ഞാലും ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്ന കാലമാണ്. ഇപ്പോ ഈ ഒരു സമയം നിങ്ങളുടേതായ ഈ രാശിക്കുള്ളിലുള്ള ഒരു പുരുഷനാണെങ്കിൽ ഭാര്യ സംബന്ധപ്പെട്ട ഇടത്ത് ഭാര്യ ഇപ്പോൾ പിണങ്ങി ഐക്യമില്ലാതിരിക്കുന്ന ഒരു സമയം തന്നെയായി. പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ സംസാരിക്കാനുള്ള ഒരു താല്പര്യക്കുറവൊക്കെ ഉണ്ടായിരിക്കുന്ന സമയമായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നല്ല രീതിക്ക് ബോധവാനാവുകയും പണം ഒരുപാട് നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അതായത് ട്രേഡിങ്ങിലൊക്കെ കൊണ്ട് നഷ്ടപ്പെട്ട് പോയവർ ധാരാളം ഉണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ, കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ. അപ്പോൾ അത്തരം കാര്യങ്ങൾ തിരിച്ചറിയുകയും ആര് യൂട്ടിലൈസ് ചെയ്തെന്ന് തിരിച്ചറിയും. ആ തിരിച്ചറിവ് സ്വയം ക്രിയേറ്റഡ് ആയ മനസ്സിനുള്ളിൽ, അതായത് വീണ്ടും സ്വന്തമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യും മനസ്സിനെ. ഞാൻ ഇനി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ചിന്താഗതികൾ തുറക്കുകയും ഉന്നതമായ പഠനങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം. അതിന് ഈ ജനുവരി മാസം ആകണം. ഈ 6 മാസക്കാലം വളരെയധികം ജാഗ്രതാപൂർവ്വം നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുകയും
പ്രശ്നങ്ങൾ എവിടെ തുടങ്ങി എന്ന് തിരിച്ചറിയുകയും പ്രശ്നങ്ങളെ തീർക്കാനുള്ള വഴികളും നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുകയും ആരും അറിയാത്ത രീതിക്ക് തന്നെ ആ പ്രശ്നങ്ങളെ തീർക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ 90% പ്രശ്നങ്ങളും നിങ്ങളുടേതായ ചിന്താഗതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിച്ചിട്ട് ഇവിടെ മറ്റുള്ള പരിഹാര കർമ്മങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞാൽ പ്രശ്നങ്ങൾ എവിടെ തുടങ്ങി എന്ന് ആരംഭം കണ്ടെത്തി കഴിഞ്ഞാൽ 100% നിങ്ങൾ അതിൽ നിന്ന് മോചിതനാവും എന്നുള്ളത് 100% സത്യമായ കാര്യമാണ്. എഴുതി വെച്ചുള്ള അടുത്ത 6 മാസ കാലത്തിനുള്ളിൽ 100% വിജയത്തിലേക്കുള്ള പാതകൾ നിങ്ങളായിട്ട് തന്നെ തുറന്നിരിക്കും. ഈ ഒരു സമയം മുതൽക്ക് തന്നെ ഈ 3 രാശിക്കാരും അതിൽ പ്രത്യേകിച്ച് മിഥുനം, കുംഭം ഒക്കെയാണ്. കാരണം രണ്ടുപേരും ഈ ദൈവികമായ ചിന്താഗതിയിൽ കുറച്ചുകൂടി മനസ്സിനെ കൊടുക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർക്കണം, തീരണം, എനിക്ക് മുന്നിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തിരിച്ചറിവായിട്ട് വരണം, എനിക്കത് കണ്ടെത്തി തരണമെന്ന് പ്രോസസ്സ് കൊടുക്കുമ്പോൾ 100% അത് വർക്കൗട്ടായി തന്നെ കിട്ടും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വിജയം. അതായത് ഇപ്പൊ രാഹുവിന്റെയും കേതുവിന്റെയും മാറ്റം ജനുവരി മാസത്തിലാണ് വരുന്നത്. അതിനുള്ളിൽ 6 മാസ കാലത്തിനുള്ളിൽ നിങ്ങൾ സർവ്വവിധ ഇടങ്ങളിൽ നിന്നും മോചിതനാവുകയും പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ നേടുകയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന രീതിക്ക് പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നിലേക്ക് പോകാൻ ആർജവമായ മനസ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം. അതില് മിഥുനം, തുലാം, അതുപോലെ കുംഭം 3 രാശിയും തുല്യമായ നീതി പ്രാപ്തമാക്കി തന്നെ പോകും. 100% അതിനായിട്ട് കാത്തിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുക, റീവൈൻഡ് ചെയ്യുക. 100% പ്രശ്നങ്ങളുടെ തുടക്കവും ഒടുക്കവും കണ്ടെത്താനും നിങ്ങൾക്ക് സമ്പത്തുപരമായ രീതിയിലുള്ള പ്രശ്നങ്ങളും കുടുംബപരമായ രീതിയിലുള്ള പ്രശ്നങ്ങളും തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഭൂമി സംബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങളായിട്ട് തന്നെ തേടുകയും കാണുകയും ഇതിലെ മറ്റുള്ള ദേവതകളുടേതായ പരിഹാര കർമ്മങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾക്ക് തന്നെ അതിനെ കണ്ടെത്തി സൊല്യൂഷൻ കാണാനായിട്ട് കഴിയുന്ന കാലഘട്ടമാണ്. എല്ലാവർക്കും നല്ലൊരു കാലഘട്ടം ആരംഭമായിരിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. ഇനിയിപ്പോൾ ഇവിടെ നടക്കുന്ന ചൊവ്വ മാറ്റം ഒക്കെ തന്നെ ഇവിടെ അല്പം പാതകം ബുദ്ധിമുട്ടൊക്കെ നേരത്തെ കാര്യമാണ്. മുൻദേഷ്യങ്ങളൊക്കെ എടുത്തുചാട്ടങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കണം. കടബാധ്യതകളിലൊക്കെ ചെന്ന് ചാടുന്നത്, വലിയ വട്ടിപ്പലിശയ്ക്കൊക്കെ പോയി കടം വാങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കണം. വായിക്ക് എതിർവായിക്കണം. മുതിർന്ന ആൾക്കാരോടൊക്കെ എതിർത്ത് സംസാരിക്കുക, തൊഴിലിടങ്ങളിൽ എതിർത്ത് സംസാരിക്കുക, ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ ഒഴിവാക്കണം. കുടുംബത്തിലെ അച്ഛൻ, അമ്മ അങ്ങനെയുള്ളവരോടും ഭാര്യയോടും അല്ലെങ്കിൽ ഭർത്താവിനോടും ഒക്കെ സംസാരിക്കുന്നത് ജാഗ്രത പുലർത്തണം. ഉടനടിയുള്ള ദേഷ്യം ഒക്കെ ഒഴിവാക്കണം. മക്കളോടൊക്കെ നല്ല ഐക്യമായിട്ടിരിക്കാൻ ശ്രമിക്കണം. മക്കളെ മനസ്സിലാക്കി മുന്നിലേക്ക് പോകണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവന്നാൽ എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും. മുൻദേഷ്യമാണ് പ്രധാനം. അത് ഒഴിവാക്കണം, പരിപൂർണമായിട്ട് ഒഴിവാക്കണം. മൗനം പാലിക്കാനും ചിരിക്കാനും പഠിക്കണം.